ഹലോ ഡിയേഴ്സ്, ഇന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ജഡ്ജ്മെന്റ്, ടെമ്പറൻസ്, Two of Pentacles, King of Wands റിവേഴ്സ് ആണ്. Two of Wands. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. Page of Swords, Ace of Swords, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബോട്ടം എനർജി ദി മജീഷ്യൻ ആണ്. നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ സമയം വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇനി മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, പ്രാർത്ഥനകൾ ചെയ്യുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെയോ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ ഒരു മിറാക്കിൾ സംഭവിക്കാൻ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് മജീഷ്യൻ വന്നേക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഒരു ന്യായമായ കാര്യം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊരു ജസ്റ്റിസ് ആണ് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണം, അതുപോലെ നിങ്ങൾക്ക് നീതിപൂർണമായ ഒരു ന്യായം വേണം. ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് വേണം. ഈ ഒരു വ്യക്തിയുടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടോ ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ടോ യൂണിവേഴ്സിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു എനർജി വളരെ ഡീപ്പായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് എടുത്തു പറയുന്നത്. ഇവിടെ 10 എന്നുള്ള നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നുണ്ട്. അതുപോലെ 16, 25, 5, 8, 3 ആൻഡ് 12. ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു ദിവസമാകാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻറ്റ് ഈ ഒരു ഡേറ്റിൽ നടന്നിട്ടുണ്ടാകാം. അതായത് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ഡേറ്റിൽ നടന്നിട്ടുണ്ടാകാം. അതുപോലെ നിങ്ങളുടെ വ്യക്തി സോഷ്യൽ ഇമേജ് നോക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഈ ഒരു പേഴ്സൺ എപ്പോഴും സോഷ്യൽ ഇമേജ് നോക്കുന്നു.
അതായത് മറ്റുള്ളവർ എന്തു പറയും അല്ലെങ്കിൽ എന്തു വിചാരിക്കും എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ജീവിതത്തിന്റെ എന്ത് കാര്യത്തിലും ഒരു ബാലൻസ് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് പലപ്പോഴും സാധിക്കാറില്ല. പല സാഹചര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. മേ ബി അത് ഈ ഒരു വ്യക്തിയുടെ കരിയർ, ഫിനാൻസ്, ഫാമിലി, നിങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും ഒരു ബാലൻസ് വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഒരു ഇംബാലൻസ് എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളോട് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ പറയാനോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി റെഡി അല്ലായിരിക്കാം. പലപ്പോഴും ഒരു ഇമ്മച്വർ എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. മേ ബി ഈ ഒരു വ്യക്തി കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒന്നിലധികം ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ജോലിയിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രഷർ ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കരിയറിൽ ഒരുപാട് തലവേദന നേരിടുന്ന ഒരു സമയമായിരിക്കാം. എന്തായാലും ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഇംബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തിടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധക്കുറവ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. വളരെയധികം വെപ്രാളം പിടിച്ച ഒരു സിറ്റുവേഷൻ, അതായത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. പല കാര്യങ്ങളും ചെയ്യണം, അതിലേക്ക് ഇറങ്ങി വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും ചെന്നുപെട്ട് അതിൽ നിന്ന് എങ്ങനെ തലയൂരണമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എല്ലാത്തിലും ചെന്നുപെട്ട് പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനോ സക്സസ് നേടാനോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് കഴിയാറില്ല. മേ ബി നിങ്ങൾക്കും അങ്ങനെ ഒരു എനർജി ഈ ഒരു പേഴ്സണിൽ തോന്നിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. മേ ബി നിങ്ങൾ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ ഈ ഒരു റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് അവരുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാകാം. എന്തായാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും വരുന്നത് മെയിനായിട്ട് ഇവിടെ കാണുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഈ വ്യക്തി മറ്റുള്ളവരെ കൈ അയച്ച് സഹായിക്കുന്ന കൂട്ടത്തിലായിരിക്കാം. അങ്ങനെ പല കാര്യത്തിലും പണം അനാവശ്യമായി ചെലവാക്കുന്ന കൂട്ടത്തിലായിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരൊരു സഹായം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ സൊസൈറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പല രീതിയിൽ പണം ഒഴുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെന്നുപെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാകാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ട് ഒരുപാട് കടങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കരിയറിലും ഒരു ഇൻസ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫിനാൻസ് എപ്പോഴും നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നിന്നാലേ ഒരു സ്റ്റെബിലിറ്റി ലൈഫിന് ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡീലിങ്സിന് ഒരു ഇൻസ്റ്റേബിൾ എനർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എല്ലാത്തിനും ഈ ഒരു വ്യക്തിക്ക് ആശങ്കയാണ് നിലനിൽക്കുന്നത്. ലൈഫിൽ എന്തിനോടും ഈ ഒരു വ്യക്തിക്ക് നോ പറയാൻ ഒക്കുന്നില്ല.
നിങ്ങളോടും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല, ഫാമിലിയോടും നോ പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുമായി ഈ ഒരു വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലെയൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളെ ആ ഒരു വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം മറ്റാരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യവും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു എനർജിയും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി പലപ്പോഴും ഇൻസ്റ്റേബിൾ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് പലരെയും തൃപ്തിപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ് നിലനിൽക്കുന്നത്. അതൊക്കെ മാറ്റണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെന്ന് പലപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളെയും വെട്ടിമാറ്റിക്കൊണ്ട്, അതായത് നെഗറ്റീവ് തോട്ട്സിനെയും നെഗറ്റീവ് സിറ്റുവേഷനെയും നെഗറ്റീവ് ആളുകളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഈ ഒരു വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ഫോണൊക്കെ എടുത്ത് നിങ്ങളുടെ നമ്പർ ഡയൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു കോള് കട്ട് ചെയ്യുന്നുമുണ്ടാകാം. അതായത് ഇപ്പോൾ ശരിയാവില്ല, പിന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ടാകാം. ഈ ഒരു പേഴ്സണ് എന്ത് കാര്യവും തുടങ്ങാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടും കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളോടൊപ്പം നിൽക്കാൻ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ലായിരിക്കാം. അതായിരിക്കാം നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആളും സപ്പോർട്ടായിട്ട് കൂടെ നിന്നാൽ മാത്രമേ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും സാധിക്കുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുമായിരിക്കാം. പക്ഷെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ക്രൂഷ്യൽ മോമെന്റ് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു സംശയവുമാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ പലപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. നിങ്ങളോട് ഒരുപാട് സ്നേഹമൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്നും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്തിനും ഏതിനും മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് തുടങ്ങാനും അത് പ്രൊസീഡ് ചെയ്യാനും ഒക്കെ മടിയും ആശയക്കുഴപ്പവും പല രീതിയിലുള്ള ചിന്തകളുമാണ് ഉണ്ടാകുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ഓർത്തോർത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് പ്രസന്റിലും ഈ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ ഫ്യൂച്ചറും ഈ ഒരു വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിലനിൽക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി മാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്നുള്ളത് നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പം കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് ഫലം ഉണ്ടാകുന്നത്? കാരണം നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന വ്യക്തികളാണ്, അല്ലേ? നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. ഈ ഒരു ഇൻസ്റ്റേബിൾ ബിഹേവിയർ ഒക്കെ മാറണം. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ മാറിക്കിട്ടണം എന്നൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കണം. എന്തുകൊണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ സ്റ്റക്കായിട്ട് നിലനിൽക്കുന്നു? അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടണ്ടേ? അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം.
നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതി കണക്ഷൻ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും എത്ര പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഇടയിൽ വന്നാലും നിങ്ങൾ ആത്മാർത്ഥമായി ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് 1% പോലും നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരാതെ വളരെ ആത്മാർത്ഥമായി 100% പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഒരു ചേഞ്ച് വരും എന്നതിൽ ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഹീലിംഗ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകുകയും ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇടയിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ പറയുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു സമയം പറയാനുള്ളത് അത് നമുക്ക് നോക്കാം. Six of Wands, Knight of Swords, Temperance, Three of Swords, Wheel of Fortune. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? പേജ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് കപ്സ്, Seven of Pentacles, Two of Wands, Knight of Pentacles. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞാൻ നിന്നെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. നീ എത്രയും ധൈര്യത്തോടും വിശ്വാസത്തോടു കൂടിയിട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. നിനക്കായി ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാവുകയാണ്. നമ്മുടെ ബന്ധം നന്നായി കൊണ്ടുപോകാൻ ഞാൻ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. നീയുമായിട്ടുള്ള അകൽച്ച എനിക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. എന്നാൽ അതിൽ നിന്നൊക്കെ ഞാൻ പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ചിലപ്പോൾ വിധിയായിരിക്കാം എല്ലാത്തിനും കാരണമായതെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ബന്ധത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം സോൾമേറ്റ് കണക്ഷനായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ആകർഷണവും ശക്തമാണ്. നിങ്ങളുടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയമായിരിക്കാം. നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ കൂടുതൽ മനസ്സിലാക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകുവാൻ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ലൈഫ് ലോങ് നിലനിൽക്കുന്നതാണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷമ, മനസ്സിലാക്കൽ ആവശ്യമായിട്ട് കാണുന്നു ഈ ഒരു ബന്ധത്തിൽ. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ, ആ ഒരു കാര്യം, അതായത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ആ ഒരു റിസൾട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ഹീലിംഗ് ഉണ്ടാക്കുകയും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി കൊണ്ടുവരികയും ചെയ്യും. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരികയും ചെയ്യും. അതാണ് കാണുന്നത് കേട്ടോ.